കുട്ടികള് എല്ലാരും കൂടി പായസം ഉണ്ടാക്കാൻ പോവാണ് അല്ലേ? എന്ത് പായസം ഉണ്ടാക്കണേ? ആ അതന്നെ, അത് നമുക്ക് ഉണ്ടാക്കുക. അപ്പൊ പായസം ഉണ്ടാക്കാനുള്ള എല്ലാ സെറ്റിങ്സും റെഡി ആക്കിയിട്ടുണ്ട്. വെള്ളം, പച്ചരി, ശർക്കര, നെയ്യ്. ഞങ്ങളുടെ അടുത്ത് പച്ചരി ഉള്ളൂ, അപ്പൊ ഞങ്ങൾ പച്ചരി കൊണ്ടാണ് പായസം ഉണ്ടാക്കി നോക്കണത് അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. അതിക്ക് ആവശ്യമില്ല വെള്ളം ഒഴിച്ചത്, അളവൊന്നുമില്ല, നിന്റേതായ രീതിയിൽ. ഓണായില്ലേ? ഇത് തിളക്കണം. ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട്, വൈക ഉണ്ട്, കിജി ഉണ്ട്, ആദർശ ഉണ്ട്, കിച്ചു ഉണ്ട്. അപ്പൊ ഞങ്ങളെല്ലാരും കൂട്ടാണ് പായസം ഉണ്ടാക്കണത്. ഇത് പച്ചരിയാണ്. പച്ചരി സാധാ കഴുകി എടുത്തിട്ടുള്ളൂ, വെള്ളത്തിലിട്ട് കഴിക്കുക ഒന്നും ചെയ്തിട്ടില്ല. എങ്ങനെ ഉണ്ടാവും നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് പറയാം അല്ലേ? വെറുതെ ഇരുന്നപ്പോ പായസം ഉണ്ടാക്കാൻ തോന്നി. അപ്പൊ ഞങ്ങള് കുട്ടികളെല്ലാവരും, ഞാനും കുട്ടികളും കൂടിയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പൊ വെള്ളം തിളച്ച് വരുന്നുണ്ട്, അപ്പൊ നമുക്ക് ഇതിക്കിതാ. അങ്ങനെ വെള്ളം തിളച്ചപ്പോൾ പച്ചരി മൊത്തം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചരി അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടൊന്നുമില്ല, ഞാൻ അപ്പം തന്നെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് അങ്ങനെ ഡയറക്റ്റ് ഉണ്ടാക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. കുട്ടികളൊക്കെ അതിനിടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കിടന്ന് കളിക്കണം, തല്ലോടണൊക്കെ ഉണ്ട്. ഇപ്പോൾ പായസം ഇങ്ങനെ, പായസമല്ല അരി നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട്. നന്നായി തിളച്ചിട്ട് വെന്തിട്ട് വേണം നമുക്ക് അതിലേക്ക് ശർക്കര ഇടാൻ. നന്നായി വേവട്ടെ. കുറച്ചും കൂടി വേഗമുണ്ട്. അപ്പം അരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് 3 അച്ച് ഇട്ട് കൊടുത്തു. അപ്പോൾ അതിങ്ങനെ വല്ലാതെ കളറില്ലാത്ത ശർക്കര ഉണ്ടോ, വെള്ള ശർക്കരയാണ്. അപ്പോൾ ഈ കളറില്ല എന്ന് തോന്നിയോണ്ട് ഞാൻ 2 കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നാക്കി ഇളക്കി എടുക്കുന്നുണ്ട്. പായസമൊക്കെ ഏകദേശമായി വരുന്നേ ഉള്ളൂ കേട്ടോ. കളറൊന്നും വരുന്നില്ല. എത്ര ശർക്കര ഇട്ടിട്ട് കളർ അങ്ങോട്ട് വരുന്ന പോലെ തോന്നുന്നില്ല. പക്ഷെ ലാസ്റ്റ് മധുരം ഉണ്ടായിരുന്നു, പക്ഷേ ഇത് വേണ്ട രീതിയിൽ കളർ വന്നില്ല എന്ന് തോന്നി. അപ്പം ഞാൻ എല്ലാ ശർക്കരയും ഇട്ട് കൊടുത്തു കേട്ടോ. ഏകദേശം ഒരു 6 അച്ചും പിന്നെ അതിൻ്റെ ഒരു പകുതിയോളമൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കാണുമ്പോൾ ഒരു കളർ ഉണ്ടായിരുന്നില്ല ശർക്കര. ഞാനൊരു കുത്തി ഉടച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പായസം റെഡിയായി. ഇനി നമുക്ക് ഇതിക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ പച്ചരി പായസം ഏകദേശം സെറ്റായിട്ടുണ്ട്. വീട്ടില് കുട്ടികളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബഹളമാണ് കേട്ടോ. വീഡിയോയിൽ ഫുള്ള് അവരെ കരച്ചിലും ബഹളമൊക്കെയാണ്. ഇത് എൻ്റെ ശ്രീകുട്ടനാണ് കേട്ടോ നടന്നു വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനി കുട്ടികൾക്ക് പായസം കൊടുക്കാൻ വേണ്ടി ഞാൻ ഇലയൊക്കെ മുറിച്ചെടുക്കുകയാണ്. ഇലയിൽ കൊടുക്കുമ്പോൾ അതും ഒരു വെറൈറ്റി ആണല്ലോ, പാത്രത്തിൽ കൊടുക്കണൊക്കെ നല്ല ഇലയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇലയൊക്കെ മുറിച്ചെടുക്കുകയാണ്. കൃതിക്കും വൈകിയുണ്ട്. അപ്പോൾ അവർക്ക് 2 ആൾക്കും ഇല കഴിയിട്ട് ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കണം. പിടിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ് അവരൊക്കെ. അവർക്ക് ജോലി തരണം എന്ന രീതിയിലാണ് അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോ ഇല കഴുകിയിട്ട് അവർക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്, മാറി മാറിയിട്ട്. എല്ലാവർക്കും ഇനിയും തരാട്ടോ. എങ്ങനെ പായസം എങ്ങനെയുണ്ട്?
വേഗം എങ്ങനെയുണ്ട്? കിച്ചു എങ്ങനെയുണ്ട്? ഓക്കേ.